ശ്രീമാത്രേ നമോ. എല്ലാവർക്കും നമസ്കാരം. വൃശ്ചിക രാശിക്കാർക്ക് ഏപ്രിൽ 5, 6, 7, 8 തീയതികളിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ഇന്ന് നമ്മൾ വൃശ്ചിക രാശിക്കാരെക്കുറിച്ച് അറിയാൻ പോകുന്നു. ഈ ഏപ്രിൽ മാസത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും നിങ്ങളുടെ പേരിൽ ദുർമന്ത്രവാദം ചെയ്യും. അതായത് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും നശിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഒരു അപകടവും പതിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ദുരന്തം സംഭവിക്കും. നിങ്ങളെ പിന്തുടർന്ന് നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്നു. ആ സ്ത്രീയും പുരുഷനും ആരാണെന്ന് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പൂർണ്ണ വിവരങ്ങളോടെ വെളിപ്പെടുത്തുന്നു. അതുപോലെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഓം നമഃ ശിവായ എന്ന് കമന്റ് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ചെറിയ ലൈക്ക് നൽകുന്നതിലൂടെ ഈ രാശിക്കാർക്ക് ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും. അതുപോലെ ഞങ്ങൾക്കും ഇത് ഒരു പ്രചോദനമാകും. ഇനി ഈ വൃശ്ചിക രാശിക്കാർ നിങ്ങളുടെ ജാതകം പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പുറത്തുവന്നു. നിങ്ങളുടെ ശത്രുക്കൾ പാമ്പിനേക്കാൾ അപകടകാരികളായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങളെ ദ്രോഹിക്കാൻ അവർ താന്ത്രിക പ്രയോഗങ്ങൾ നടത്തുന്നു. ഒരു സ്ത്രീ നിങ്ങളുടെ ഫോട്ടോയും പിടിച്ച് ശ്മശാനത്തിൽ പൂജകൾ നടത്തുകയും നിങ്ങളുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ക്ഷുദ്രപൂജകൾ നടത്തുകയും ചെയ്യുന്നു. എന്നാൽ വിചിത്രമെന്തെന്നാൽ പുറമേ അവർ നിങ്ങളെക്കാൾ വലിയ അഭ്യുദയകാംക്ഷികളില്ലെന്ന് അഭിനയിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടപ്പെട്ടവളല്ലേ, നിന്റെ ക്ഷേമമാണ് എന്റെ ആഗ്രഹം എന്ന് മധുരമായി പറയുന്നു. നിങ്ങളും അവരെ കണ്ണടച്ചു വിശ്വസിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരുടെ അടുത്ത് ഉപദേശങ്ങൾക്കായി പോകുന്നു. എന്നാൽ അവിടെയാണ് നിങ്ങൾ വലിയ തെറ്റ് ചെയ്യുന്നത്. അവർ നിങ്ങൾക്ക് നൽകുന്ന ഓരോ ഉപദേശവും നിങ്ങളെ പിന്നോട്ട് വലിക്കാനാണെന്ന് ഓർക്കുക. ഇത് 100% സത്യമാണ്. സത്യം എപ്പോഴും കൈപേറിയതായിരിക്കും. എന്നാൽ നിങ്ങൾ അറിയണം, അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ജീവിതം നരകത്തേക്കാൾ ഭയാനകമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒരു തുടക്കം മാത്രമാണ്. അവർ നിങ്ങളുടെ കാര്യത്തിൽ രാഹുകേതുക്കളെക്കാൾ അപകടകാരിയും ശനിയേക്കാൾ ഭീകരനുമായിരിക്കും. നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും. അവർ ആരാണെന്നും അവരുടെ പേരെന്താണെന്നും ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയും. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് അവരുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് അകന്നു നിൽക്കുക എന്നതാണ്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരേയൊരു മഹാപരിഹാരം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് കാര്യത്തിനാണോ ബുദ്ധിമുട്ടിയത്, എന്തിനു വേണ്ടിയാണോ കണ്ണീരൊഴുക്കിയത്, ആ പ്രശ്നങ്ങളെല്ലാം തീരും. നിങ്ങളുടെ ബിസിനസ്, ജോലി, നിങ്ങളുടെ മേലുള്ള എല്ലാ തന്ത്രിക ബന്ധനങ്ങളും അഴിഞ്ഞുപോയി നിങ്ങളുടെ ഭാഗ്യം വീണ്ടും പ്രകാശിക്കും. നിങ്ങളുടെ ദാരിദ്ര്യം ഒഴിഞ്ഞുപോയി സന്തോഷം നിറയും. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായി കാണുക. കാരണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ചെറിയ സന്തോഷം ഉണ്ടായാൽ അവളുടെ കണ്ണുകൾ ചുവക്കും എന്ന് ഓർക്കുക. നിങ്ങൾ വളരുമ്പോൾ ഉള്ളിൽ അവൾ ദുഃഖിതയാകും. അസൂയോടെ നിങ്ങളുടെ മേൽ തന്ത്രിക പ്രയോഗങ്ങൾ ചെയ്യുകയും കൂടോത്രം ചെയ്യിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ബുദ്ധിയെ കെട്ടിയിട്ട് നിങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണെങ്കിലും അവളിൽ നിന്ന് നിങ്ങൾ വളരെ ദൂരം മാറി നിൽക്കണം. നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ ഇതെല്ലാം പറയുന്നത്. നിങ്ങളെ ശ്രദ്ധാലുവാക്കുക എന്നത് മാത്രമാണ് എന്റെ ഉദ്ദേശ്യം. എന്നാൽ ഈ പുതിയ വർഷം 2026 ആരംഭം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം പ്രതിസന്ധികളാണ് കാണുന്നത്. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ പാതിവഴിയിൽ നിലച്ചു പോകുന്നു. ഇതിന് കാരണം നിങ്ങൾക്ക് ഭാഗ്യം ഇല്ലാത്തതുകൊണ്ടല്ല, നിങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ്. അതായത് നിങ്ങളുടെ ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും വീട്ടിൽ വഴക്കുകൾ ഉണ്ടാകുന്നതിനും കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഭയന്ന് നിങ്ങളുടെ മേൽ നാരങ്ങ പ്രയോഗം നടത്തി നിങ്ങളുടെ ഭാഗ്യത്തെ കെട്ടിയിടുന്നു. എന്നാൽ അവളുടെ പേര് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്ന ഈ അവസരം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. വൃശ്ചിക രാശിക്കാർക്ക് കാണാൻ കഴിയാത്ത ആ ശത്രുഭൂമിയിൽ നിരന്തരം ക്ഷുദ്രപൂജകളും തന്ത്രമന്ത്ര പ്രയോഗങ്ങളും ചെയ്യുന്നു. നാരങ്ങകൾ കൊണ്ട് ചെറിയ പ്രവൃത്തികൾ ചെയ്ത് നിങ്ങളുടെ ഭാഗ്യത്തെയും കെട്ടിയിടുന്നു. കാലത്തെ എങ്ങനെയും നശിപ്പിച്ചു. എന്നാൽ ഈ വർഷമെങ്കിലും നിങ്ങൾ നന്നാകരുതെന്ന് അവർ പ്രതിജ്ഞയെടുത്തിരിക്കുന്നു. ഒരുപക്ഷേ ആ ശത്രു ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത്. മനുഷ്യൻ കഷ്ടത്തിലായിരിക്കുമ്പോൾ പുറത്തുവരാൻ വഴിയില്ലാത്തപ്പോൾ ദൈവം ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മളെ സഹായിക്കും. ഇന്ന് ഈ വീഡിയോ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു വഴി പോലെയാണ്. നിങ്ങൾക്ക്
7 തലമുറകളായി ശത്രുവായി നിങ്ങളുടെ കുടുംബത്തെ വർഷങ്ങളായി വേദനിപ്പിക്കുന്ന ആ സ്ത്രീ ആരാണെന്ന് ഇന്ന് മനസ്സിലാകും. നിങ്ങളുടെ വീടിന്റെ കുലദൈവത്തെയും അവളുടെ തന്ത്രവിദ്യകളാൽ ബന്ധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എത്ര പൂജകൾ ചെയ്താലും എത്ര കഷ്ടപ്പെട്ടാലും ഫലം ലഭിക്കാത്തത്. ഇന്ന് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഈ പരിഹാരം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആരെയും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ 2026 വർഷം നിങ്ങൾക്ക് ശരിക്കും വളരെ അത്ഭുതകരമാണ്. രാഹു, ശനി, കേതു എല്ലാവരും നിങ്ങൾക്ക് വളരെ നല്ലത് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ആ ശത്രു കാരണമാണ് നിങ്ങൾ ഈ വർഷം ആദ്യം ബുദ്ധിമുട്ടിയത്. ഇപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കണ്ണടച്ചു വിശ്വസിച്ച് ആ രഹസ്യങ്ങളെല്ലാം അവരുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നു. പക്ഷേ അവരുടെ മനസ്സിൽ വിഷം ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് നിങ്ങൾ കഷ്ടത്തിലായിരിക്കുമ്പോൾ പുറമേ സഹതാപം കാണിച്ച ഉള്ളിൽ അവർ ആഘോഷിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് യഥാർത്ഥ കാരണം അവരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ വീടിന്റെ ലക്ഷ്മിയെയും നിങ്ങളുടെ വീടിന്റെ സമാധാനത്തെയും മധുരവാക്കുകളാൽ അവർ കവർന്നെടുക്കുന്നു. നിങ്ങൾ വളരാൻ ശ്രമിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ വഴിയിൽ മുള്ളുകൾ വിതറിയ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ പാമ്പുകളായി മാറി നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്നു. ഒടുവിൽ നിങ്ങൾ ഉപദേശം തേടി അവരുടെ അടുത്തേക്ക് പോകുന്ന തരത്തിൽ അവർ നിങ്ങളെ വശീകരിക്കുന്നു. എന്നാൽ അവൾ എത്ര ഗൂഢാലോചനകൾ നടത്തിയാലും നിങ്ങളെ എത്ര വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും അവളുടെ കളികൾ ഇനി നടക്കില്ല. അടുത്ത 3 മാസത്തേക്കുള്ള നിങ്ങളുടെ ജാതകം തയ്യാറായി കഴിഞ്ഞു. ദുഃഖകരമായ അവസ്ഥയിലാക്കുന്ന ആ വ്യക്തിയുടെ ജാതകം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നു, വിയർപ്പൊഴുക്കുന്നു. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്കായി എല്ലാ ത്യാഗങ്ങളും ചെയ്യുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയും നിങ്ങൾക്ക് തോൽവികൾ സംഭവിക്കുകയും ചെയ്യുന്നത്? ലോകത്ത് എല്ലാവർക്കും കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയധികം തടസ്സങ്ങൾ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലക്ഷ്മി കടാക്ഷം ലഭിക്കാത്തത്? നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും വഴക്കുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ജീവനെപ്പോലെ സ്നേഹിച്ചവർ പോലും നിങ്ങളെ വഞ്ചിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒടുവിൽ കുട്ടികൾക്കായി കാത്തിരിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് നിരാശ നേരിടേണ്ടി വരുന്നത്? ഇതിനെല്ലാം കാരണം നിങ്ങളുടെ അരികിൽ നിന്ന് നിങ്ങളെ നിരന്തരം നിരീക്ഷിക്കുന്ന ആ ശത്രുവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ സന്തോഷം വന്നാൽ മതി, അവളുടെ കണ്ണ് നിങ്ങളുടെ മേൽ പതിക്കും. നരദൃഷ്ടിയുടെ സ്വാധീനം കാരണം നിങ്ങളുടെ സന്തോഷം നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാകും. ലക്ഷ്മി ദേവി നിങ്ങളുടെ വീടിന്റെ പടിവാതിൽ വരെ വരും. പക്ഷേ അവളുടെ ദുഷ്ടചിന്ത കാരണം, അതായത് നിങ്ങളുടെ ശത്രുക്കളുടെ ദുഷ്ടചിന്ത കാരണം അകത്തേക്ക് കടക്കാതെ തിരികെ പോകും. അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി നിലനിൽക്കാത്തത്. അതുപോലെ ഇന്ന് ആ ശത്രു ആരാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. ഒരു ചൊല്ലുണ്ടല്ലോ, കക്ഷത്തിൽ കുട്ടിയെ വെച്ച് നാടാകെ തിരയുന്നത് പോലെ എന്ന്. നിങ്ങളുടെ സ്ഥിതിയും ഇപ്പോൾ അങ്ങനെയാണ്. എവിടെയെല്ലാമോ എനിക്ക് ആരാണ് ശത്രുക്കൾ ഉള്ളത്, എന്നെ ആർ നശിപ്പിക്കാൻ നോക്കുന്നു എന്ന് നിങ്ങൾ തിരയുന്നു. പക്ഷേ അവർ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും ഒളിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ വ്യക്തി ഒരു പുരുഷനാണോ അതോ സ്ത്രീയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആ വിവരങ്ങളും ഇപ്പോൾ തന്നെ ഞാൻ പറയുന്നു, ശ്രദ്ധിച്ചു കേൾക്കുക. അവൾ നിങ്ങളോട് വലിയ വഞ്ചനയും, അതായത് നിങ്ങളെ വഞ്ചിക്കാനും നോക്കുന്നുണ്ട്. പുറമേ ഒരുപോലെ അഭിനയിച്ച് ഉള്ളിൽ മറ്റൊന്നാകും. അതായത് ആനയുടെ കൊമ്പുകൾ കാണിക്കാനും കഴിക്കാനും ഒന്നാണെന്ന് പറയുന്നത് പോലെ അവൾ നിങ്ങളുടെ മുന്നിൽ ജീവൻ നൽകുന്നതായി അഭിനയിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ, നിങ്ങൾ ആപത്തിലായിരിക്കുമ്പോൾ അവൾ നിങ്ങളിൽ നിന്ന് ദൂരേക്ക് ഓടിപ്പോകും. നിങ്ങൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ട് ഉള്ളിൽ അവൾക്ക് വളരെ സന്തോഷമാകും. നിങ്ങൾ എന്തെങ്കിലും പുതിയ സാധനം വാങ്ങിയാലോ, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ശുഭകാര്യം നടന്നാലോ, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചിരിച്ചാലോ അവൾക്ക് രക്തം തിളയ്ക്കും. ഇവർക്ക് ഇത്രയും സുഖങ്ങൾ എവിടെ നിന്ന്, ഇത്രയും പണം എവിടെ നിന്ന് വരുന്നു എന്ന് ഉള്ളിൽ അസൂയയോടെ അവൾ കത്തിജ്വലിക്കും. നിങ്ങൾ അനുഭവിച്ച ഓരോ കഷ്ടപ്പാടും അവൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങളുടെ വിജയം കണ്ട് അവൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ നിലയിലെത്താൻ എത്ര കണ്ണുനീർ ഒഴുക്കിയെന്നോ, നിങ്ങളുടെ കാലുകളിൽ എത്ര കുമിളകൾ വന്നെന്നോ അവൾ പരിഗണിക്കില്ല. അസൂയയോടെ അവൾ നിങ്ങളുടെ മേൽ തന്ത്രപരമായ പ്രയോഗങ്ങളും മന്ത്രവാദവും ചെയ്യും. എന്നാൽ ഇനിയാ പ്രയോഗങ്ങളൊന്നും നിങ്ങളുടെ മേൽ ഫലിക്കില്ല. കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ ഭാഗ്യം കെട്ടിയിട്ടിരിക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ശരിയായ സമയത്താണ് ഈ വീഡിയോ കാണുന്നത്. അവളുടെ ഓരോ ഗൂഢാലോചനയും ഓരോ മായും ഇന്ന് ഞാൻ വെളിപ്പെടുത്തും. അതിലൂടെ അവൾക്ക് നിങ്ങളുടെ കാലിലെ നഖത്തിൽ പോലും തൊടാൻ കഴിയില്ല. എന്നാൽ ഒന്ന് ഓർക്കുക, ഈ വൃശ്ചിക രാശിക്കാർ
അഹങ്കാരത്തോടെ ഈ വീഡിയോ പാതിവഴിയിൽ ഉപേക്ഷിച്ചാൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ, അതായത് ഏപ്രിൽ മാസത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ തന്നെയായിരിക്കും ഉത്തരവാദികൾ. ഇപ്പോഴും ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ ഈ വൃശ്ചിക രാശിക്കാർ വളരെ സജീവരും ബുദ്ധിശാലികളും ആളുകൾക്കിടയിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നവരുമാണ്. ഇവർ വളരെ സുന്ദരന്മാരായിരിക്കും. നിങ്ങൾക്ക് ദേഷ്യവും വളരെ കൂടുതലാണ്. ആ ദേഷ്യം കുറച്ചൊന്ന് മാറ്റിവെച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 10 മിനിറ്റ് മാറ്റിവെച്ച് ഈ വീഡിയോ പൂർണ്ണമായും കാണുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശത്രു ആരാണെന്നും അവർ നിങ്ങളോട് എന്തു ചെയ്യാൻ പോകുന്നുവെന്നും നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ കഴിയും. ഈ വൃശ്ചിക രാശിക്കാരുടെ ജീവിതം മാറ്റുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പൂർണ്ണ വിശ്വാസത്തോടെ ഓം നമോ ശിവായ എന്ന് കമന്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒരു തവണ ആലോചിച്ച് കമന്റ് രൂപത്തിൽ യെസ് എന്നെ അറിയിക്കുക. സാധാരണയായി മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ഒരു കാലത്ത് ഉറ്റ സുഹൃത്തുക്കളായിരുന്നവർ കാലക്രമേണ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കും. ഇത് കേവലം സ്വഭാവം മാത്രമാണ്. 4 പേരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളെ പ്രശംസിച്ചാൽ അവർ നിങ്ങളുടെ സ്വന്തമാണെന്ന് കരുതി നിങ്ങളുടെ എല്ലാ പദ്ധതികളും ഈ വൃശ്ചിക രാശിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത്, ഞാൻ അടുത്ത മാസം വീട് പണിയുന്നു, അടുത്ത മാസം കാർ വാങ്ങുന്നു, എന്റെ ഭാര്യ എന്നെ നന്നായി നോക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അവരുടെ ചെവിയിൽ ഒരു വിഷമായി പതിക്കും. നിങ്ങളുടെ സന്തോഷം എങ്ങനെ നശിപ്പിക്കാമെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കും. അവർ കൊത്തുന്ന പാമ്പുകളാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ വൃശ്ചിക രാശിക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ മനസ്സിലുള്ള രഹസ്യ ആശയങ്ങളും ഭാവി പദ്ധതികളും എല്ലാവരോടും പറയുന്നത്. ഞാൻ അടുത്ത മാസം വീട് പണിയുന്നു, പുതിയ കാർ വാങ്ങുന്നു, എന്റെ ഭാര്യ എന്നെ ദേവിയെപ്പോലെ നോക്കുന്നു, എന്റെ ഭർത്താവ് എന്നെ നന്നായി നോക്കുന്നു എന്ന് നിങ്ങൾ മറ്റുള്ളവരോട് അഭിമാനത്തോടെ പറയുന്നു. എന്നാൽ വൃശ്ചിക രാശിക്കാർ വളരെ നല്ലവരും ശുദ്ധമായ മനസ്സുള്ളവരുമാണ്. അതുകൊണ്ട് എല്ലാവരെയും നിങ്ങളുടെ സ്വന്തമായി കരുതുന്നു. എന്നാൽ നിങ്ങൾ എവിടെയിരുന്ന് സംസാരിക്കുന്നുവോ ആ വ്യക്തികളുടെ മനസ്സിൽ എത്ര പാപം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് ഒട്ടും തിരിച്ചറിയാൻ കഴിയുന്നില്ല. നിങ്ങളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അവരുടെ കണ്ണ് നിങ്ങളുടെ മേൽ പതിക്കും. അവരുടെ ദുർദൃഷ്ടി കാരണം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ പാതിവഴിയിൽ നിലച്ചുപോകും. വലിയ നഷ്ടങ്ങൾ സംഭവിക്കുക, ദമ്പതികൾക്കിടയിൽ വഴക്കുകൾ തുടങ്ങുക, പുതിയ കാറോ വീടോ പോലുള്ള വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് നീട്ടിവെക്കപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് വൃശ്ചിക രാശിക്കാർ ഓർക്കുക, നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ ശ്രേയസ്സിൽ താൽപ്പര്യമുള്ളവരല്ല. അവർ നിങ്ങളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമെങ്കിലും ഉള്ളിൽ അവർ നിങ്ങളുടെ നേരെ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ടാകും. മുൻപ് നിങ്ങൾ ചെയ്ത തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്യരുത്. ഇനിയെങ്കിലും നിങ്ങളുടെ സന്തോഷം രഹസ്യമായി സൂക്ഷിക്കാൻ പഠിക്കുക. ഈ അസൂയ എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ആർക്കാണോ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്തത്, ആർക്കാണോ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നത്, അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ വളർച്ച കാണുമ്പോൾ വയറ്റിൽ തീ ആളിക്കത്തും. ഇവർ എന്നെക്കാൾ താഴ്ന്ന നിലയിലുള്ളവരല്ലേ, ഇവർക്ക് ഇത്രയും സുഖങ്ങൾ എങ്ങനെ ലഭിച്ചു എന്ന് അവർ എപ്പോഴും നിങ്ങളുടെ മേൽ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ വിജയത്തിനായി എത്ര രാത്രികൾ ഉറങ്ങാതെ ചെലവഴിച്ചു, നിങ്ങളുടെ ശരീരത്തെ എത്ര കഷ്ടപ്പെടുത്തി എന്ന് അവർക്ക് ഒട്ടും അറിയില്ല. അവർ ആ അസൂയ കാരണം നിങ്ങളോട് വൈരാഗ്യം വെച്ചു പുലർത്തും. ഒടുവിൽ വർഷങ്ങളായിട്ടുള്ള പ്രാണസ്നേഹിതരായാലും രക്തബന്ധുക്കളായാലും നിങ്ങളെക്കാൾ പിന്നിലാണെന്ന ദുഃഖത്തിൽ നിങ്ങൾക്ക് ശത്രുക്കളായി മാറും. ഒരു കാലത്ത് നിങ്ങൾക്കു വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായിരുന്ന സഹോദരങ്ങൾ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്വത്ത് കണ്ട് അസൂയപ്പെടുന്നുണ്ടാകും. നിങ്ങളുടെ സഹോദരങ്ങളും സഹോദരിമാരും ആരെല്ലാമാണോ ഉള്ളത്, അവർ നിങ്ങളുടെ സ്വത്തുക്കൾ കണ്ട് അസൂയപ്പെടുന്നു. നിങ്ങൾ ആരോഗ്യവാനായിരിക്കുമ്പോൾ പെട്ടെന്ന് ക്ഷീണം വരിക, എത്ര മരുന്ന് കഴിച്ചിട്ടും കുറയാതിരിക്കുക തുടങ്ങിയവ സംഭവിക്കാറുണ്ട്. ആശുപത്രിയിൽ പോയാലും എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്താൻ കഴിയില്ല. ഉറങ്ങാൻ മാത്രമാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു ചെറിയ പ്രശ്നമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതിന് പിന്നിൽ നിങ്ങളുടെ ശത്രുക്കൾ തന്ത്രമന്ത്ര പ്രയോഗങ്ങൾ നടത്തുന്നു എന്നത് സത്യമാണ്. അവർ ചെയ്യുന്ന ദുർമന്ത്രവാദ പൂജകൾ കാരണമാണ് നിങ്ങളുടെ ശരീരം ഇങ്ങനെ സഹകരിക്കാത്തത്. എന്നാൽ ഈ വൃശ്ചിക രാശിക്കാർക്ക് ഇത് വെറും വിശ്വാസം മാത്രമല്ല. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിമാർ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങൾക്ക് നന്നായി അറിയുന്ന ബന്ധുക്കൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സുഖസന്തോഷങ്ങൾ കണ്ട് അവർക്ക് അസൂയ തോന്നുന്നു.
നിങ്ങളുടെ പണവും ആഡംബര ജീവിതവും കണ്ട് അവർ ഉള്ളിൽ അസൂയപ്പെട്ട് നിങ്ങളുടെ വീടിനും പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടുടമസ്ഥനായ നിങ്ങൾക്കും എതിരെ താന്ത്രിക പ്രയോഗങ്ങൾ നടത്തുന്നു. ഇതുകാരണം ആരോഗ്യവാന്മാരായ നിങ്ങളുടെ ശരീരത്തിലേക്ക് രോഗങ്ങൾ പ്രവേശിക്കും. നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ചില വ്യക്തമായ സൂചനകൾ കാണാം. അവ എന്താണെന്ന് ശ്രദ്ധയോടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്രതീക്ഷിതമായി വീട്ടിൽ പ്രാണികളും കീടങ്ങളും വരുന്നത്, മുമ്പില്ലാത്ത വിധം വവ്വാലുകൾ പറക്കുന്നത്, ചുവന്ന ഉറുമ്പുകൾ കൂട്ടം കൂട്ടമായി പുറത്തുവരുന്നത്, അല്ലെങ്കിൽ ചിലന്തിവലകൾ അമിതമായി കൂടുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരോ എന്തോ പ്രയോഗം ചെയ്തു എന്ന് മനസ്സിലാക്കണം. അതുകൂടാതെ ഒരു കാരണവുമില്ലാതെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ വഴക്കുകൾ ഉണ്ടാകുന്നത്, 3 പേർ കണ്ടുമുട്ടുമ്പോൾ ഏതെങ്കിലും ഒരു വഴക്കിൽ പിരിയുന്നത്, ഇടയ്ക്കിടെ രോഗബാധിതരാകുന്നത്, ഇവയെല്ലാം നിങ്ങളുടെ ശത്രുക്കളുടെ ഗൂഢാലോചനകളാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ കമന്റ് ബോക്സിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. ഇതിൽ നിന്ന് പുറത്തുവരാൻ ശക്തമായ ഒരു പരിഹാരമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഉടൻ തന്നെ നിങ്ങൾ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് ഒരു തേങ്ങയും കൊണ്ടുപോകുക. ആ തേങ്ങ ആഞ്ജനേയ സ്വാമിയുടെ പാദങ്ങളിൽ വെച്ച് സിന്ദൂരം അർപ്പിക്കുക. അതിനുശേഷം ഒരു കറുത്ത നൂലെടുത്ത് അതിൽ 11 കെട്ടുകൾ ഇടുക. ഓരോ കെട്ടും ഇടുമ്പോൾ ഓം ഹനുമതേ നമോ എന്ന മന്ത്രം നിങ്ങളുടെ മനസ്സിൽ ജപിക്കുക. ഈ കറുത്ത നൂൽ ആ തേങ്ങയിൽ കെട്ടുക. അതിനുശേഷം ആ തേങ്ങ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിൻ മുകളിൽ തൂക്കിയിടുക. ഇങ്ങനെ ചെയ്താൽ ഏത് ശത്രു പ്രയോഗവും തകർന്നുപോകും. നിങ്ങളുടെ വീട്ടിൽ ആരുടെയും ദുഷ്ടക്കണ്ണ് പതിക്കില്ല. അതുവഴി നിങ്ങൾക്ക് എല്ലാം നല്ലത് മാത്രം സംഭവിക്കും. എന്നാൽ നിങ്ങളിൽ ഉള്ള ഒരു വലിയ കുറവ് എന്താണെന്ന് അറിയാമോ? മനസ്സിൽ ഒന്നും വെച്ച് പുലർത്താറില്ല. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പുറത്ത് പറയും. അതായത് നേർക്കുനേർ സംസാരിക്കുന്നവരാണ് നിങ്ങൾ. എന്ത് തോന്നിയാലും മുഖത്ത് നോക്കി പറയും. മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് ചിന്തിക്കാതെ തമാശകൾ പറയും. അതുപോലെ ഈ വൃശ്ചിക രാശിക്കാരുടെ മനസ്സ് വളരെ ശുദ്ധമായതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും വിശ്വസിക്കും. എന്നാൽ അത് നിങ്ങളുടെ ബലഹീനതയായി മാറും. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ചുറ്റും ശത്രുക്കളെ വർദ്ധിപ്പിക്കും. വില്ലിൽ നിന്ന് പുറപ്പെട്ട അമ്പ് തിരികെ വരില്ലല്ലോ, അതുപോലെ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ഓർക്കുക. അതുകൊണ്ട് ഇനി നിങ്ങൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ കുറച്ച് ആലോചിച്ച് സംസാരിക്കുക. നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുക. എന്നാൽ വൃശ്ചിക രാശിക്കാർ വില്ലിൽ നിന്ന് പുറപ്പെട്ട അമ്പ് തിരികെ വരില്ല എന്നതുപോലെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ ഒന്നും തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ഓർക്കുക. ഈ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ആലോചിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മൂലകാരണം എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ശുദ്ധമായ മനസ്സായിരിക്കാം. എല്ലാവരെക്കുറിച്ചും മുഖത്ത് നോക്കി സത്യം പറയുന്നത് കാരണം മറ്റുള്ളവർക്ക് നിങ്ങളുടെ നേർക്ക് വിദ്വേഷം തോന്നിയേക്കാം. നിങ്ങൾ തമാശയായി പറഞ്ഞ വാക്ക് പോലും മറ്റുള്ളവർക്ക് വ്യക്തിപരമായ ആയുധം പോലെ തോന്നിയേക്കാം. അതുകൊണ്ട് ഇനി നിങ്ങൾ സംസാരിക്കുമ്പോൾ 10 തവണ ആലോചിക്കുക. നിങ്ങളുടെ സമയം നിങ്ങളുടെ വാക്കാണ്. നിങ്ങൾക്ക് ശ്രീരാമ രക്ഷ. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തത് എന്ത് സംഭവിക്കുമെന്നത് ആരുമായും, എത്ര അടുത്ത സുഹൃത്തുക്കളുമായും ഒരിക്കലും പറയരുത്. നിങ്ങളുടെ വീടിന്റെ രഹസ്യങ്ങളും സന്തോഷവും നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുക. ഈ തന്ത്രമന്ത്രങ്ങൾ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ഏക ശക്തി ആ ഹനുമാന്റെ ബജരംഗ് ബലി നാമം മാത്രമാണ്. നിങ്ങൾക്ക് ഒരു വലിയ സംരക്ഷണ കവചം ഏത് തരത്തിലുള്ള കണ്ണേറോ ചേതപടിയോ ഉണ്ടെങ്കിൽ പോലും ആ സ്വാമിയെ ശരണം പ്രാപിച്ചാൽ മതി. നിങ്ങൾ ഹനുമാൻ ചാലിസയെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുക. ഹനുമാനെ വിശ്വസിക്കുന്നവരെ ഒരു ശത്രുവിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ശത്രുക്കളാൽ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുക. സ്വാമിക്ക് ശർക്കരയും കടലയും നൈവേദ്യമായി സമർപ്പിച്ച് രാമനാമം ജപിക്കുക. നിങ്ങളുടെ ശത്രു എത്ര വലിയവനായാലും ആ സ്വാമിയുടെ ശക്തിക്ക് മുന്നിൽ തോൽവി സമ്മതിച്ച് ഓടിപ്പോകേണ്ടി വരും. ഇത് 100% സത്യമാണ്. നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും ഇല്ലാതാകും. ഇനി നിങ്ങളുടെ യഥാർത്ഥ ശത്രുവിനെക്കുറിച്ച് പറയാനുള്ള സമയം വന്നെത്തിയിരിക്കുന്നു. അവൾ മറ്റാരുമല്ല, നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ടവളാണ്. നിങ്ങളുടെ അടുത്ത ബന്ധുവായിരിക്കും. അതായത് ആ വ്യക്തി പുരുഷനാണോ അതോ സ്ത്രീയാണോ? അതൊരു സ്ത്രീയാണ്. അവൾ നിങ്ങളുടെ നാത്തൂൻ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്താകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ ഒരാളാകാം, നിങ്ങളുടെ ബന്ധുക്കളാകാം. അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അവൾ സ്ത്രീ രൂപത്തിൽ തന്നെയായിരിക്കും. ആ സ്ത്രീയുടെ പേര് ഏത് അക്ഷരത്തിലാണ്
തുടങ്ങുന്നത് എന്ന് വെച്ചാൽ എസ് എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ ബന്ധുക്കളുടെ പട്ടികയിൽ ഒന്ന് തിരഞ്ഞു നോക്കൂ. ഈ എസ് എന്ന അക്ഷരത്തിൽ പേരുള്ള അവൾ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. വൃശ്ചിക രാശിക്കാർക്ക് ഏപ്രിൽ 5, 6, 7, 8 തീയതികളിൽ അവൾ ആരാണെന്നും അവളെക്കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായും അറിയാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞാൽ ഉടൻ തന്നെ അവളിൽ നിന്ന് അകന്നുനിന്ന് ശ്രദ്ധയോടെ ഇരിക്കുക. നിങ്ങളുടെ വീട്ടുകാര്യങ്ങൾ ഒന്നും അവളോട് പറയരുത്. ഇവിടെ ഞാൻ എല്ലാവരെയും പറയുന്നില്ല, ചിലർ അങ്ങനെയായിരിക്കും എന്ന് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് ആരാണ് എന്താണെന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അവൾ മാത്രമല്ല, നിങ്ങളുടെ വളർച്ച കണ്ട് സഹിക്കാനാവാതെ നിങ്ങളുടെ പിന്നിൽ നിന്ന് ഗൂഢാലോചന നടത്തുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? അവളെ തിരിച്ചറിഞ്ഞ ശേഷം അവളുമായി ഒരിക്കലും വഴക്കിന് പോകരുത്, അല്ലെങ്കിൽ അകറ്റി നിർത്തരുത്. നിങ്ങളുടെ രഹസ്യങ്ങളും പദ്ധതികളും അവരോട് പറയുന്നത് നിർത്തുക. അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ജാഗ്രത പാലിച്ചാൽ മതി. ഈ ഒരു കാര്യം ഓർമ്മിക്കുക, നിങ്ങളെ എപ്പോഴും പ്രശംസിക്കുന്നവർ നിങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ ആയിരിക്കില്ല. നിങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി നിങ്ങളെ തിരുത്തുന്നവനാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത്. നമ്മളെ വിമർശിക്കുന്നവരെ എപ്പോഴും അടുത്ത് നിർത്തണം. അപ്പോൾ മാത്രമേ നമ്മൾ എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകളോട് ഒരു അഭ്യർത്ഥന. പുറത്തുള്ള ആരെങ്കിലും നിങ്ങളെ അമിതമായി പ്രശംസിക്കുകയാണെങ്കിൽ അതിൽ മതിമറക്കരുത്. ആ പ്രശംസകൾക്ക് പിന്നിൽ ഏതെങ്കിലും സ്വാർത്ഥതയോ ഗൂഢാലോചനയോ അല്ലെങ്കിൽ അസൂയയോ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. ഒരു ചെറിയ തെറ്റ് നിങ്ങളുടെ ജീവിതത്തെ തലകീഴായി മറിച്ചേക്കാം. അതുകൊണ്ട് അപരിചിതരുടെ കാര്യത്തിൽ അമിതമായി സ്നേഹം കാണിക്കുന്നവരുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. ഈ വൃശ്ചിക രാശിക്കാർക്ക് ഈ വീഡിയോയിൽ ഞാൻ വളരെ ആഴത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലോ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. ഈ വിവരം നിങ്ങളുടെ ജീവനെയും നിങ്ങളുടെ കഠിനാധ്വാനത്തെയും സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ബജ്രംഗ്ബലിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. നന്ദി.